PM ശ്രീ പദ്ധതിയിൽ കേരളം സുപ്രീം കോടതിയിലേക്ക് കേന്ദ്ര നിബന്ധനകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടും. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, എന്തൊക്കെ കാര്യങ്ങളാണ് കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക? ഈ PM ശ്രീയിലെ നിബന്ധനകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ വഴങ്ങാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനം നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. PM ശ്രീയിലെ നിബന്ധനകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ തമിഴ്നാടും സമാനമായ രീതിയിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രിയുമായി മന്ത്രി വി ശിവൻകുട്ടി നേരിട്ട് ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഈ PM ശ്രീ പദ്ധതിയിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് LDF-ലും മന്ത്രിസഭാ യോഗത്തിലും CPI കടുത്ത എതിർപ്പ് ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ അത് പാടെ നടപ്പാക്കുകയടക്കം പ്രശ്നങ്ങളാണ് എന്നുള്ളതായിരുന്നു CPI പ്രധാനമായും ചൂണ്ടിക്കാണിച്ച വിവരം. ഇതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമ നടപടിയിലേക്ക് നീങ്ങാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു സർക്കാർ എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ സ്കൂളുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പതിക്കുക, PM ശ്രീ എന്ന ബോർഡ് സ്ഥാപിക്കുക തുടങ്ങിയവയാണ് കേന്ദ്ര നിബന്ധനകൾ. 1500 കോടി രൂപയുടെ കേന്ദ്ര വിഹിതമാണ് പദ്ധതിയിൽ ചേരാത്തതിനാൽ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ശരിയായ രീതിയല്ല, ശരിയായ കീഴ്വഴക്കമല്ല എന്നുള്ള കുറ്റപ്പെടുത്തലടക്കം കേന്ദ്രത്തെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടും ഒരു തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ തന്നെ നേരിട്ട് സമീപിക്കാൻ കേരളം ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. പ്രവിധ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. PM ശ്രീ പദ്ധതിയിൽ കേരളം സുപ്രീം കോടതിയിലേക്കെന്നുള്ള വാർത്തയാണ് ഷഫീദ് പങ്കുവച്ചത്.